ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ S6-ൻ്റെ ഒരു പുതിയ സബ്ജക്റ്റാണ്. അപ്പം ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ ഡിസൈൻ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങളുടെ S5-ൽ പഠിച്ച സബ്ജക്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് മാത്രമാണിത്. നമ്മൾ പഠിക്കുന്നത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1 നിങ്ങൾ S5-ൽ പഠിച്ചു. അപ്പോൾ അതിനകത്ത് ബീം, സ്ലാബ്, കോളം, അതേപോലെ തന്നെ സ്റ്റെയർ കേസ്, അങ്ങനെ നമ്മൾ ഡിസൈൻസ് കുറച്ച് സ്റ്റെപ്സുകളും അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ IS 456 എന്ന് പറയുന്നൊരു കോഡ് യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് തന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 2. അപ്പോൾ അതിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് CE304 ആണ്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഡിസൈൻ തന്നെയാണ്. അതേപോലെ തന്നെ ഡിസൈൻ ഇതുവരെ പഠിച്ച ഡിസൈൻസ് അല്ലാതെ വേറെ കുറച്ച് കമ്പോണൻസ്, അതായത് നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നതാണ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 2-നകത്തുള്ളത്. നമ്മൾ പഠിച്ച IS 456 കോഡ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം ത്രൂ ഔട്ട് നമുക്ക് ആ കോഡിൻ്റെ എല്ലാ റെഫറൻസും വേണം. അതേപോലെ തന്നെ ആവശ്യമുള്ളതാണ് SP16-ൻ്റെ ചാർട്ടുകൾ. നമ്മൾ കോളത്തിൻ്റെ ഡിസൈൻ വേണ്ടിയിട്ട് SP16 ചാർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ചാർട്ടുകളെല്ലാം ഇവിടെയും ആവശ്യമാണ്. നമുക്ക് സിലബസ് നോക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് SP16 ചാർട്ട് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1 എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ സ്റ്റോപ്പ് ചെയ്തെടുത്തു എന്നാണ് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 1-നകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയ പോർഷൻ എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഡിസൈൻ ആയിരുന്നു. അവിടെ സിമ്പിൾ കോളം ഡിസൈൻ മാത്രമാണ് ചെയ്തത്. ഒരു സിമ്പിളായിട്ടൊരു കോളത്തിന് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. സെക്കൻഡ് പാർട്ടും നമ്മൾ തുടങ്ങുന്നതും കോളത്തിൻ്റെ ഡിസൈനിൽ നിന്നുമാണ്. പക്ഷെ അത് കുറച്ചുകൂടെ കോളത്തിൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ്, അതായത് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ട് വരുന്ന രീതിയിൽ മൊമെൻറ്റ്സുകളും അതേപോലെ തന്നെ എക്സ്ട്രിൻട്രിക് ആയിട്ട് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്തും സിംഗിൾ മൊമെൻറ്റും അതേപോലെ തന്നെ ബൈആക്സിയൽ മൊമെൻറ്റും ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട കോളംസിനെ ഡിസൈൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഷോർട്ട് കോളവും അതേപോലെ ലോങ് കോളവും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഷോർട്ട് കോളം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ലോങ് കോളം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിർത്തിയെടുത്തു നമ്മൾ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു ടോപ്പിക്കിനകത്തേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് സിലബസിൻ്റെ ഒരു ഓവർ വ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സിലബസ് ഇതാണ്. അപ്പോൾ സിലബസിനകത്തെ ഫസ്റ്റ് 2 മോഡ്യൂളാണ് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കോളത്തിൻ്റെ ഡിസൈനാണ്. ഷോർട്ട് കോളും ഉണ്ട്, ലോങ് കോളം ഡിസൈനും ഉണ്ട്. അത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സ്ലെൻഡർ കോളം എന്ന് പറഞ്ഞാൽ ലോങ് കോളം തന്നെയാണ്. അപ്പം മെയിനായിട്ടും ഫസ്റ്റ് മോഡ്യൂള് ഫോക്കസ് ചെയ്യുന്നത് കോളത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട കോളം ഉണ്ട്. ആ കോളത്തിൻ്റെ ഡിസൈനാണ് ഫസ്റ്റ് മോഡ്യൂള് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ കൂടിയാണ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി നമ്മൾ കോളത്തിനെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്ക് കോളം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതിൻ്റെ കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളോട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളം ഡിസൈൻ ചെയ്യാൻ സിമ്പിളാണ്. അതിപ്പോൾ ലോങ് കോളം ആണെന്നുണ്ടെങ്കിലും ഷോർട്ട് കോളം ആണെന്നുണ്ടെങ്കിലും. സോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം ഫൗണ്ടേഷൻ ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ, അതായത് എർത്ത് സ്ട്രക്ചറിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ വരുന്ന, അല്ലെങ്കിൽ ഏതൊരു സ്ട്രക്ചറിൻ്റെയും ബോട്ടം പോർഷനിൽ വരുന്ന ഒരു സാധനമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഫൗണ്ടേഷൻ ഡിസൈനാണ് സെക്കൻഡ് മോഡ്യൂളിനകത്ത് പറയുന്നത്. ഫൗണ്ടേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫൗണ്ടേഷൻ നമുക്കറിയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ കൊച്ചുള്ള, അതായത് നമ്മുടെ പ്രീവിയസ് സെമസ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട്. അതായത് S4, S5 അങ്ങനെയുള്ള സെമസ്റ്ററുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫൗണ്ടേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൗണ്ടേഷൻ, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഫൗണ്ടേഷൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഫൗണ്ടേഷൻസിനെ ഡിസൈൻ ചെയ്യുന്നതാണ് സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് റീറ്റെയിനിങ് വാളിൻ്റെ ഡിസൈനാണ്. റീറ്റെയിനിങ് വാളിൻ്റെ ഡിസൈൻ, നമുക്ക് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആ മോഡ്യൂളിനകത്തേക്ക് വരുമ്പം പറയാം. എങ്കിൽ പോലും റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാൾ, അതായത് ഒരു എർത്ത് സർഫസിനെ റെസിസ്റ്റ് ചെയ്തൊരു വാൾ തന്നെയാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. ഈ റീറ്റെയിനിങ് വാൾ ഉൾപ്പെടുന്ന തേർഡ് മോഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലെങ്തി ഡിസൈൻ ആണ്. അതായത് ഡിസൈൻ സ്റ്റെപ്സ് എല്ലാം ലെങ്തി ആണ്.
റീറ്റെയിനിങ് വോളിൻ്റെത്. അപ്പം അതിനകത്ത് ആകെപ്പാടെ ഒരൊറ്റ റീറ്റെയിനിങ് വോളേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. ആ റീറ്റെയിനിങ് വോൾ അതേപോലെ തന്നെ, അതായത് സെയിം പാരാമീറ്റർ വെച്ച് ചോദിക്കുമെന്നല്ല, സെയിം പ്രോബ്ലം, വാല്യൂസ് വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ സെയിം പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കും. കാരണം ഒരൊറ്റ ഡിസൈനേ ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ, റീറ്റെയിനിങ് വോൾ. റീറ്റെയിനിങ് വോൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരൊറ്റ കാറ്റഗറി മാത്രമേ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പഠിച്ചാൽ മതി. അത് അതേപോലെ തന്നെ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, പാരാമീറ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാകും എങ്കിൽ പോലും ക്വസ്റ്റ്യൻസിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. സോ നമ്മൾ എന്ത് സ്റ്റെപ്സ് ആണോ യൂസ് ചെയ്യുന്ന ആ സ്റ്റെപ്സ് ഇതേപോലെ നമുക്ക് റീറ്റെയിനിങ് വോളിന് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിനകത്ത് വേറൊരു റീറ്റെയിനിങ് വോൾ പറയുന്നുണ്ട്, അത് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു റീറ്റെയിനിങ് വോളിൻ്റെ ഡിസൈൻ മതി, വേറൊരു റീറ്റെയിനിങ് വോളിൻ്റെ ചെറിയൊരു തിയറി പോർഷൻസ് പഠിക്കാനുണ്ട്. അതാണ് തേർഡ് മൊഡ്യൂൾ പറയുന്നത്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് സർക്കുലർ സ്ലാബ്സ്, അതായത് നമ്മൾ വാട്ടർ ടാങ്കിൻ്റെയൊക്കെ ടോപ്പ് കവറിങ്, അതേപോലെ തന്നെ ചില റൂഫ്, അതൊക്കെ എന്താണ് സർക്കുലർ സ്ലാബ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡോം, അത് കോണിക്കൽ ഡോം ഉണ്ട്, സ്പെറിക്കൽ ഡോം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡോമിൻ്റെയൊക്കെ ഡിസൈനും അതേപോലെ തന്നെ സർക്കുലർ സ്ലാബിൻ്റെ ഡിസൈനും ഒക്കെ ചേരുന്നതാണ് നമ്മളുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിനകത്തേക്ക് വരുമ്പോൾ നമ്മളുടെ കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. കോഡ് 3370 എന്ന് പറയുന്നൊരു പുതിയ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവിടെ. അപ്പം ആദ്യത്തെ ഒരു 1 to 4th മൊഡ്യൂൾ വരെ നമുക്ക് IS 456 വെച്ച് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമ്മുടെ 5th മൊഡ്യൂളിനകത്തേക്ക് വരുമ്പോൾ IS 456ൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. സോ അപ്പോൾ അവിടെ ഒരു പുതിയ കോഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം ആ കോഡിൻ്റെ പേര് അവിടെ പറയുന്നുണ്ട്, IS 3370 എന്ന് പറയുന്നതാണ്. സോ IS 3370 എന്ന് വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ് വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും ഉണ്ട്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും ഉണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് വാട്ടർ ടാങ്കിൻ്റെ ഡിസൈൻ, അതിനകത്ത് സർക്കുലർ വാട്ടർ ടാങ്ക് ഉണ്ട്, റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക് ഉണ്ട്, രണ്ടും ബേസ്ഡ് ഓൺ 3370. ഓക്കെ, ദെൻ അതിനകത്ത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് 6th മൊഡ്യൂളാണ്. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ടോപ്പിക്കാണ്, പ്രീ സ്ട്രെസ്സിങ് പോസ്റ്റ് ടെൻഷനിങ്. നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് പ്രീ സ്ട്രെസ്സിങ് പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച്, അതൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഡിസൈൻ മൊഡ്യൂൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ മൊഡ്യൂൾ അല്ല, എന്നാൽ അനാലിസിസ് പാർട്ട് വരുന്നുണ്ട്. അതായത് പ്രീ സ്ട്രെസ്സിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും എന്താണ് എന്നുള്ളതും, ഈ പ്രീ സ്ട്രെസ്സിങ്ങിനകത്തും പോസ്റ്റ് ടെൻഷനകത്തും കുറച്ച് ലോസസ് വരുന്നുണ്ട്. പ്രീ ടെൻഷനും പോസ്റ്റ് ടെൻഷനിങ്ങും ഒക്കെ കൊടുക്കുന്നത് കാരണം കുറച്ച് ലോസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ലോസസ് എന്താണ്, ആ ലോസസ് എന്തുമാത്രമാണ്, ഇത്ര പെർസെൻറ്റേജ് ലോസസ് ഉണ്ടായി. അപ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോസസ് ഉണ്ട്. അപ്പോൾ ആ ലോസസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അതേപോലെ തന്നെ ആ ക്ലാസിഫിക്കേഷൻ വിത്ത് എന്താണ്, നമുക്ക് അതിനകത്ത് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാകും. ആ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്തപ്പോൾ ഒരു പ്രോബ്ലത്തിനകത്ത് പല ലോസുകളുണ്ട്. ആ ലോസുകൾ കാരണം എത്ര ടോട്ടൽ ലോസ് ഓഫ് സ്ട്രെസ് ഉണ്ടായി എന്നൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ലോസിനകത്തും ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസും വാല്യൂസും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ചില കോൺസ്റ്റൻസും ഒക്കെ ഉണ്ട്, ആ കോൺസ്റ്റൻസും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ ലോസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ് ബീംസ്, അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ്ഡ് ബീംസ് ഉണ്ട്. ബീംസ് എന്ന് പറയുന്നത് സാധാരണ ബീമും ഉണ്ട്, ഐ സെക്ഷൻസ്, അങ്ങനെ ഐ സെക്ഷൻസിനെ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ ഒരു ബീം സെക്ഷനെ അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അനാലിസിസ് പാർട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് 6th മൊഡ്യൂൾ. ഡിസൈൻ പാർട്ടിലേക്ക് അവിടെ വരുന്നില്ല, ഡിസൈനിങ് ഒന്നുമില്ല, ജസ്റ്റ് എന്തുമാത്രം സ്ട്രെസ് അതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ, എത്ര സ്ട്രെസ്സിൻ്റെ ലോസ് ഉണ്ടാകുന്നുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു മൊഡ്യൂളാണ് 6th മൊഡ്യൂൾ. സോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണ് 6th. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ വരുന്നത്, ആ ക്വസ്റ്റ്യൻ പാറ്റേണുകൾക്ക് വ്യത്യാസമൊന്നുമില്ല. ആ പാറ്റേൺ അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഇതുവരെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ആ പാറ്റേൺ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഏകദേശം ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊഡ്യൂൾ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂളിൻ്റെ എന്താണ് മൊഡ്യൂൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപരേഖ. ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ സാധാരണ പോലെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഇങ്ങനെ 3 പാർട്ട് ഉണ്ടായിരിക്കും. പാർട്ട് എ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 ചേരുന്നതായിരിക്കും പാർട്ട് എ എന്ന് പറയുന്നത്. അത് 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 50 മാർക്സ് ആയിരിക്കും. ദെൻ പാർട്ട് ബിക്കകത്ത് 3 and 4 മൊഡ്യൂൾ ആയിരിക്കും. അത് ഇതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 3 ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് 2 എണ്ണം അറ്റൻഡ് ചെയ്യുക.
അതിനകത്ത് 50 മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും. പിന്നെ പാർട്ട് സി എന്ന് പറയുന്നത് 5th and 6th മോഡ്യൂളിനെയും അവിടെയും 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 2 എണ്ണം അറ്റൻഡ് ചെയ്യുക. പക്ഷേ മോഡ്യൂൾ 3ന് വെയിറ്റേജ് കൂടുതലായിരിക്കും, 20 മാർക്സിനായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് താഴെ കാണിച്ചേക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തൊട്ട് താഴെ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്സുകൾ, അതായത് ഇതിനാവശ്യമായിട്ടുള്ള കോഡ്സ്. IS 456 ഓൾറെഡി നമുക്കറിയാം. പിന്നെ IS 875 ആൻഡ് IS 1343 ആൻഡ് IS 3370, SP16, SP34. SP34 എല്ലാം ഡീറ്റെയിലിങ്ങിൻ്റെ ഒക്കെയാണ്. അപ്പം അതിനകത്ത് മെയിനായിട്ട് ആവശ്യമുള്ളത് IS 456, അതേപോലെ തന്നെ IS 1343. IS 1343 എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ കോഡാണ്. അപ്പോൾ കുറച്ച് തിയറി പോർഷൻസും അതിനകത്തു നിന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ലോസസ്, ആ ലോസസിൻ്റെ ഇക്വേഷനൊക്കെ ആ കോഡിനകത്തുണ്ട്. അപ്പം IS 1343 പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ കോഡാണ്. പിന്നെ IS 3370 വാട്ടർ ടാങ്കിനാണ്. പിന്നെ IS 875, ഇത്രയും കോഡ്സുകൾ. പിന്നെ SP16 ചാർട്ട്, ഇത്രയും കോഡുകളാണ്. SP34 ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൻസേറ്റ് ചെയ്യാം ബാക്കിയുള്ള കോഡ്സുകൾ വെച്ചിട്ട്. ഇത്രയും കോഡ്സുകളാണ് നമുക്ക് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 2 പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 1ലേക്ക് പോവാണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് കോളം ആണ്. അതായത് കോളത്തിൻ്റെ ലോങ്ങും ഷോർട്ടുമായിട്ടുള്ള കോളത്തിൻ്റെ ഡിസൈൻസ് ആണ്. അപ്പോൾ അതിന് മുന്നേ എന്താണ് കോളം, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനൊക്കെ എന്താണെന്നുള്ളൊരു ചെറിയൊരു തിയറി പോർഷൻസ് മാത്രമാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, Column is a vertical structural member supporting axial compressive load with or without moments. അപ്പം കോളം എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. ആ വെർട്ടിക്കൽ മെമ്പർ യൂസ് ചെയ്യുന്നത് കംപ്രസീവായിട്ട് വരുന്ന ലോഡ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കംപ്രസീവായിട്ട് വരുന്ന ലോഡ്സിനെ ക്യാരി ചെയ്യുന്നത് ഒരു മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടാകാം, ഡെവലപ്പ് ചെയ്യാതെ ആകാം, അല്ലെങ്കിൽ ലോഡ്സ് കാരണം അവിടെ ഒരു മൊമെൻറ്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. The cross-sectional dimension of a column are generally considerably less than its height. From cross-sectional dimension of a column are generally considerably less than its height. Okay. ബാക്കിയുള്ള ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ എല്ലാം ഹൈറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ്സ് കൺസിഡറബിളി ലെസ് ആയിരിക്കും. ദെൻ കോളം സപ്പോർട്ട് വെർട്ടിക്കൽ ലോഡ് ഫ്രം ദി ഫ്ലോർ ആൻഡ് റൂഫ് ആൻഡ് ട്രാൻസ്മിറ്റ് ദീസ് ലോഡ്സ് ടു ദി ഫൗണ്ടേഷൻ. അതായത് കോളത്തിന് മുകളിൽ നിൽക്കുന്ന ബീം നമുക്ക് പറയാവുന്നതാണ്. ബീം, ഫ്ലോറ്, റൂഫ്, ഇതിൻ്റെ എല്ലാം ലോഡ്സിനെ സപ്പോർട്ട് ചെയ്തു ആ ലോഡ്സിനെ അതെന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു ഫൗണ്ടേഷൻ. അതാണ് കോളത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു കോളം എന്ന് പറയുന്നത്. സോ ഇവിടെ പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കോളത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു വൈ ആക്സിസും ഒരു എക്സ് ആക്സിസും നമ്മൾ വരച്ചിട്ടുണ്ട് സെൻറ്ററിൽ കൂടെ. അതായത് കോളത്തിൻ്റെ സെൻട്രോഡിൽ കൂടെ, സെൻട്രോഡ് നമുക്കറിയാം ഏതാണോ ക്രോസ് സെക്ഷൻ, ആ ക്രോസ് സെക്ഷൻ്റെ കറക്റ്റ് സെൻറ്ററാണ് അതിൻ്റെ സെൻട്രോഡ് എന്ന് പറയുന്നത്. സോ അതിനകത്തൂടെ ഒരു ആക്സിസ്, സെൻട്രോഡൽ ആക്സിസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഇവിടെ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലല്ല ലോഡ് ആക്ട് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്തത്. അപ്പം സെൻറ്ററിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി ആക്ട് ചെയ്യുമ്പം ആ ഡിസ്റ്റൻസിനെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇതാണ് കോളം കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി കോളത്തിനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് കോളം എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ടൈമിലുള്ള കോളം എങ്ങനെയാണ് അതിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരുന്ന കോളത്തിൻ്റെ ഫിഗർ ആണിത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ്, കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ബേസ്ഡ് ഓൺ ദി ക്രോസ് സെക്ഷൻ അനുസരിച്ചിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. റെക്റ്റാങ്കുലർ, സർക്കുലർ, ഒക്ടഗണൽ, ഹെക്സഗണൽ, ഷേപ്പ് അനുസരിച്ചിട്ട്. ദെൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റീലുള്ള കോൺക്രീറ്റ്, RCC, ടിമ്പർ, മേസണറി, കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റീലും കോൺക്രീറ്റും കൂടെ ചേർന്നിട്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ മോർ ദാൻ 1 മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇസ് എ കോമ്പോസിറ്റ് കോളം എന്ന് പറയാം. അപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടും ക്രോസ് സെക്ഷൻ ഉപയോഗിച്ചിട്ടും കോളത്തിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ലോഡിങ്ങിനനുസരിച്ചിട്ട്. ഒന്ന് ആക്സിയലി ലോഡഡ്, ദെൻ രണ്ടാമതെന്ന് പറയുന്നത് എക്സെൻട്രിക്കലി ലോഡഡ്. അപ്പം ആക്സിയലി ലോഡഡ് ആണ് പറഞ്ഞത് നേരത്തെ. അപ്പം ഇതാണ് കോളം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇത് കോളത്തിൻ്റെ സെൻട്രൽ ആണെന്നുണ്ടെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് ഇവിടെ ഇതായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്, കറക്റ്റ് അതിൻ്റെ സെൻട്രൽ തന്നെ ആയിരിക്കും. അതേ സമയത്ത്
എക്സെൻട്രിക്കലി ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് സെൻറ്റർ, പക്ഷേ ലോഡ് ആക്ട് ചെയ്യുന്നത് തന്നെ ഇവിടെയായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും അവിടെ എക്സെൻട്രിസിറ്റി എന്ന് മീൻ ചെയ്തേക്കുന്നത്. അപ്പം എക്സെൻട്രിക്കലി ലോഡഡ് ഉണ്ട്, അതേപോലെ തന്നെ ആക്സിയലി ലോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എക്സെൻട്രിക്കലി ലോഡഡ് തന്നെ രണ്ട് രീതിയിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണി ആക്സിയലും ഉണ്ട്, ബൈ ആക്സിയലും ഉണ്ട്. യൂണി ആക്സിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലോഡ് ആൻഡ് 1 മൊമെൻറ്റ്. ഓക്കെ, ബൈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ 1 ലോഡ് ആൻഡ് 2 മൊമെൻറ്റ്. സംഭവം അത്രയേ ഉള്ളൂ. യൂണി ആക്സിയൽ ലോഡഡ് കോളം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും എക്സെൻട്രിക്കലി ഒരു ലോഡ് ഉണ്ടാകും. ദെൻ ഒന്നുകിൽ മേജർ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ മൈനർ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്, എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്, അതിനകത്ത് മേജർ ആക്സിസിന് കറസ്പോണ്ട് ചെയ്തെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൊമെൻറ്റും കൂടെ ഉണ്ടാകും. അതേസമയത്ത് ബൈ ആക്സിയൽ ആകുമ്പോൾ എക്സെൻട്രിക്കലി ആണ് ലോഡ് ആക്ട് ചെയ്യുന്നതും, അതേപോലെ തന്നെ രണ്ട് ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പം ഇതാണ് കോളം എന്നുണ്ടെങ്കിൽ എക്സെൻട്രിക്കലി ആണ്, ഇപ്പം ഇതതിൻ്റെ സെൻറ്ററാണ്. സോ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സോ എക്സെൻട്രിക്കലി ലോഡ് ആക്ട് ചെയ്യുന്നത്. സപ്പോസ് ഇവിടെ മാത്രമേ മൊമെൻ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യൂണി ആക്സിയലും. അതേസമയത്ത് ഇത് സെൻറ്റർ, ദെൻ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെ പി ലോഡ് ആക്ട് ചെയ്യുന്നു. ദെൻ മൊമെൻറ്റ് ഇവിടെയും ഒരു മൊമെൻ്റ് ഉണ്ട്, ഇവിടെയും മൊമെൻ്റ് ഉണ്ട്. ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടത്തിലും മൊമെൻ്റ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്, ബൈ ആക്സിയൽ ലോഡഡ് കോളം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ലോഡ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു എക്സെൻട്രിസിറ്റി ഡിസ്റ്റൻസിലായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ് ആണ്. കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് നമുക്ക് ലോങ് കോളം ഉണ്ട്, ഷോർട്ട് കോളം ഉണ്ട്. അപ്പം ലോങ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ദ സ്ലെൻഡർനെസ് എഫക്റ്റ് വീക്കൺ എ കോളം appreciably, it is referred to as a slender column or a long column. ഓക്കെ, അപ്പം എന്തായാലും കോളത്തിനകത്തേക്ക് മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ലെൻഡർനെസ് എഫക്റ്റ് കാരണം കോളം വീക്കായി പോകുന്നു. അപ്പം നമുക്കറിയാം സ്ലെൻഡർനെസ് എഫക്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു സ്ലെൻഡർനെസ് റേഷ്യോ കാരണം നമ്മുടെ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോളം എന്തായി പോകുന്നു, വീക്കൺ സെക്ഷൻ ആയി പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ലോങ് കോളം എന്ന് പറയാനായിട്ട് പറ്റും. ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത്, സ്ലെൻഡർനെസ് റേഷ്യോ എന്താണ് എന്നറിയാത്തവർക്കാണ് താഴെ പറയുന്നത്. ദ റേഷ്യോ ഓഫ് ദ എഫക്റ്റീവ് ലെങ്ത് ടു ഇറ്റ്സ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ദാറ്റ് ഈസ് സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പം അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ടു ഇറ്റ്സ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ഒന്നുകിൽ അതിൻ്റെ ഡെപ്ത് ആകാം, വിഡ്ത്ത് ആകാം. അതാണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എക്സീഡ് 12-നെക്കാട്ടിൽ എക്സീഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലോങ് കോളം. പിന്നെ ലോങ് കോളത്തിനകത്ത് ഉണ്ടാകുന്ന ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ബക്ലിംഗ് ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിങ്ങനെ വളഞ്ഞു പോകുന്ന ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത്, ബക്കിൾ ചെയ്ത് പോകും, അതായത് ബെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പം ബക്ലിംഗ് ഫെയിലിയർ ആയിരിക്കും ലോങ് കോളത്തിനകത്ത് ഉണ്ടാകുന്നത്. Column tend to become unstable and starts to buckling to sideward even under a small load. ഒരു ചെറിയ ലോഡ്, അപ്പോൾ ലെങ്ത് കൂടുതലാണ് അല്ലേ, അപ്പോൾ ലെങ്ത് കൂടുതലാകുമ്പോൾ എന്തായാലും ഒരു ലോഡ് കൊടുക്കുമ്പം ഇത് എന്ത് ചെയ്യാറായി ഒരു സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്യാറ്, ബക്കിൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ചെറിയ ലോഡ് വന്നാൽ പോലും എന്ത് ചെയ്യും, ബക്കിൾ ചെയ്യും. The concrete and steel reached their yield stress for even small load. അപ്പം കോൺക്രീറ്റ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും, ലോങ് കോളത്തിൻ്റെ കേസിൽ കോൺക്രീറ്റ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ഒരു ചെറിയ ലോഡ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഈൽഡ് സ്ട്രെസ് അച്ചീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റാർട്ട് ഫെയിലിംഗ് ഡ്യൂ ടു ലാറ്ററൽ ബക്ലിംഗ്. അപ്പം അങ്ങനെ ഈൽഡ് സ്ട്രെസ്സിലേക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുന്നത് കാരണം അത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഫെയിൽ ആകാനായിട്ട് തുടങ്ങുന്നു. This type of failure can be avoided by not constructing long columns of slenderness ratio greater than 30. ഒരു കാരണവശാലും സ്ലെൻഡർനെസ് റേഷ്യോ 30-ൽ കൂടുതലായിട്ടുള്ള ഒരു കോളം പണിയാനായിട്ട് പാടില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോളം എന്തായിപ്പോവും, ഫെയിലായിപ്പോവും. ഓക്കെ ആണല്ലോ. ഇവിടെ ബക്ലിംഗ് ഫെയിലിയേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊരു കോളമാണ്. സോ കോളം, ഈ കോളത്തിന് തന്നെ ഇങ്ങനെ ബക്കിൾ ചെയ്ത് പോകുന്നു, ലാറ്ററൽ ബക്കിൾ ചെയ്ത് പോകുന്നു. ഇവിടെ അത് ഒറിജിനൽ ഒരു ഫിഗേഴ്സിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് ബക്കിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഷോർട്ട് കോളം. ഷോർട്ട് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറബിളി നമുക്കറിയാം ചെറിയതാണ്, സ്ട്രട്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം.
Columns are sufficiently stocky and slenderness can be ignored called short column. അപ്പോൾ അത് വളരെ ചെറുതാണ്, അതേപോലെ തന്നെ സ്ലെൻഡർനെസ് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഷോർട്ട് കോളം എന്ന് പറയുന്നത്. ദ കോളം ഹൂസ് ലാറ്ററൽ ഡയമെൻഷൻ ഈസ് വെരി ലാർജ് വെൻ കമ്പയർഡ് ടു ഇറ്റ്സ് ലെങ്ത് ഓർ ഹൈറ്റ്. ഹൈറ്റിനെയും ലെങ്ത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് ലാറ്ററൽ ഡയമെൻഷൻ, അതായത് അതിന് ഒന്നുകിൽ അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡെപ്ത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ഇറ്റ്സ് ഹൈറ്റ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഷോർട്ട് കോളം എന്ന് പറയാം. പിന്നെ ഇത് ക്രഷിങ് ആയിരിക്കും ഇതിൻ്റെ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വളയൊന്നുമല്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ക്രാക്ക് ഉണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ലോങ് കോളം. The height of the column decreases, the load carrying capacity is more. അപ്പം ഹൈറ്റ് ഓഫ് ദ കോളം ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, കോളത്തിൻ്റെ ഹൈറ്റ് കുറയുന്നതനുസരിച്ചിട്ട് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ആയിരിക്കും. കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ വിൽ റീച്ച് ദ ഈൽഡ് സ്ട്രെസ് ആൻഡ് ഫെയിലിയർ വിൽ ബി സ്റ്റാർട്ടിങ് വിത്തൗട്ട് എനി ലാറ്ററൽ ഡിഫോർമേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റും സ്റ്റീലും അതിൻ്റെ ഈൽഡ് സ്ട്രെസ്സിലെത്തും. ഈൽഡ് സ്ട്രെസ്സിലെത്തുമ്പോൾ നമുക്കൊരു വാർണിംഗ് തരും. അത് ബെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന്, അല്ലെങ്കിൽ ബക്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാർണിംഗ് ആണ്, ഇതിപ്പോൾ ഫെയിലാകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിനോവേഷൻസ് നമുക്കതിന് നടത്താം, അല്ലെങ്കിൽ റിപ്പയറിങ് നടത്താം. പക്ഷെ അതേ സമയത്ത് ഷോർട്ട് കോളത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈൽഡ് സ്ട്രെസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാർണിംഗ് ഒന്നും തരത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യും, ക്രഷ്, അതായത് അങ്ങ് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ലാറ്ററൽ ഡീഫോർമേഷൻ ഒന്നും തരത്തില്ല. ലാറ്ററൽ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ബക്ലിംഗ് ആണ്, വളയുക, അല്ലെങ്കിൽ വളയുന്ന പ്രൊസീജിയർ ഒന്നുമില്ല, ജസ്റ്റ് അപ്പോൾ തന്നെ എന്ത് ചെയ്തു പോവുകയാണ്, പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ദ മെറ്റീരിയൽ ഫെയിൽസ് ഇറ്റ് സെൽഫ് നോട്ട് ഹോൾഡ് കോളം, അതായത് നമ്മൾ ഇപ്പോൾ അതിനകത്ത് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്, കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം കോളം ഇത് ഫെയിൽ ആകുക എന്ന് പറഞ്ഞാൽ കോളം കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഫെയിലായി പോകുമെന്നല്ല, ആ കോളത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനാണ് ഫെയിൽ ഉണ്ടാകുന്നത്. അത് ഫെയിലായിട്ട് പോയിട്ട് പതുക്കിനെ കോളം കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഫെയിലായി പോവാണ്, അല്ലാതെ കോളം കംപ്ലീറ്റ് ആയിട്ട് വളയുകയല്ല ചെയ്യുന്നത് ലോങ് കോളത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. To avoid this, the column should be made with a sufficient cross-sectional area compared to the allowable stress. അപ്പം ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളത് ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സഫിഷ്യൻറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ, ഇപ്പോൾ നമ്മൾ കോളം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് അതിനകത്ത് വരാൻ പറ്റുന്ന സ്ട്രെസ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ സഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക. ഓക്കെ, ഇപ്പം കംപ്രഷൻ ഫെയിലിയേഴ്സ് ആണ് കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒന്നുകിൽ സ്റ്റീല് കൊറോഡ് ചെയ്ത് അങ്ങനെ പോവുകയോ, അല്ലെങ്കിൽ അതിനകത്ത് കോൺക്രീറ്റ് മെറ്റീരിയൽസ് ഇളകി പോവുകയോ, അങ്ങനെയൊക്കെയാണ് കംപ്രഷൻ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. ഇനി ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് ഷോർട്ട് കോളം. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഷോർട്ട് കോളത്തിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം IS 456നെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് പറയുന്നുണ്ട് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് IS 456 ആൻഡ് SP 16. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ കൺസിഡറേഷൻസ് പറയുന്നത്. അപ്പം എഫക്റ്റീവ് ലെങ്ത് ആണ് ഫസ്റ്റ് ടേം. എഫക്റ്റീവ് ലെങ്ത് പറയുന്നത്, എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം ഈസ് ഡിഫൈൻഡ് ആസ് ദ ലെങ്ത് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഓഫ് ബക്കിൾഡ് കോളം. അപ്പം എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇതൊരു കോളമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിതിനെ ഫിക്സ് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ബക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് യൂളേഴ്സ് കോളം തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബക്കിൾ ചെയ്യാൻ ഇങ്ങനെയായിരിക്കും ബക്കിൾ ചെയ്യുന്നത്. സോ ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ഒരു ലെങ്ത് ആണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ആ എഫക്റ്റീവ് ലെങ്ത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ കോഡ് ഹാസ് ഗിവൺ 2 ചാർട്ട്സ് ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ഇൻ എ ഫ്രെയിംഡ് സ്ട്രക്ചർ. അപ്പം അത് പറയുന്നത് IS 456 പേജ് നമ്പർ 94. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ പേജ് നമ്പേഴ്സ് ഒക്കെ ഓർത്തിരിക്കുക. പേജ് നമ്പേഴ്സിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഫെമിലറൈസ് ചെയ്യുക. അപ്പം എഫക്റ്റീവ് ലെങ്ത്, ഇപ്പോൾ കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ക്വസ്റ്റിനെ തന്നിട്ടില്ല, കോളത്തിൻ്റെ ഓവറോൾ ലെങ്തേ തന്നിട്ടുള്ളൂ. ഓവറോൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് കോളം എന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഈ ലെങ്ത് ആണ് ഓവറോൾ ലെങ്ത്. ഓക്കെ, പക്ഷെ ഇത് ബക്കിൾ ചെയ്ത് നിൽക്കുമ്പം
ഈ ലെങ്ത് ആണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ ലെങ്ത് തരികയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളാണ് IS 456 പേജ് നമ്പർ 94-നകത്തുള്ളത്. മിനിമം എക്സെൻട്രിസിറ്റി. ഇപ്പോൾ മിനിമം എക്സെൻട്രിസിറ്റി പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് എക്സെൻട്രിസിറ്റിയിൽ ലോഡ് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് എക്സെൻട്രിസിറ്റിയിൽ ലോഡ് ആക്ട് ചെയ്യാം, അങ്ങനെ ആകുമ്പോൾ കോളം സേഫായിട്ട് നിൽക്കണമെന്നില്ല. സോ അപ്പോൾ മിനിമം എക്സെൻട്രിസിറ്റി കാര്യമാണ് പറയുന്നത്. മിനിമം എക്സെൻട്രിസിറ്റി ഈക്വൽ ടു ദി അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദി കോളം ബൈ 100 പ്ലസ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30 സബ്ജക്റ്റ് ടു മിനിമം ഓഫ് 20. അപ്പം രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. മിനിമം എക്സെൻട്രിസിറ്റി ആകാനുള്ള രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നെന്താണ്? അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദി കോളം ബൈ 500. അപ്പം അൺസപ്പോർട്ടഡ് ലെങ്ത് ബൈ 500 പ്ലസ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഇപ്പോൾ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് ആകാം അല്ലെങ്കിൽ ഡെപ്ത് ആകാം, ബൈ 30. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ 20. ഇത് രണ്ടിലും ഒരു മിനിമം വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് മിനിമം എക്സെൻട്രിസിറ്റി പറയുന്നത്. അപ്പോൾ മിനിമം 20 എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ കോളത്തിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എക്സെൻട്രിസിറ്റി കിട്ടും. പിന്നെ 20 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആണ്. 20 മിനിമം ആണ്. 20ൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. 20 മിനിമം ആണ്. മിനിമം 20 എങ്കിലും ഉണ്ടായിരിക്കണം. 20ൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം. ഇനി ഡിസൈൻ ഇക്വേഷൻസ് ആണ്. നമുക്ക് ആക്സിയൽ ലോഡ് PU എന്ന് പറയുന്നതാണ് ആക്സിയൽ ലോഡ്. ആക്സിയൽ ലോഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് 0.4 സിഗ്മ CKAC പ്ലസ് 0.67 സിഗ്മ Y ASC. അതിനകത്ത് ആക്സിയൽ ലോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് AC എന്ന് പറയുന്ന ഏരിയ ഓഫ് കോൺക്രീറ്റ്, ASC എന്ന് പറയുന്ന ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് കോളമാണ്. അപ്പം ASC എന്ന് പറയുന്നതാണ് AC is area of concrete, ASC എന്ന് പറയുന്ന ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് കോളം. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ കോളത്തിന് നമുക്ക് എങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം? മിനിമം എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം? മാക്സിമം എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് വന്നിരിക്കണം? അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ മിനിമം എത്ര റീഇൻഫോഴ്സ്മെൻറ്റ്, നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ കൊടുത്തു വരും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു വരുമ്പോൾ മിനിമം ആവശ്യമുള്ളത് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊടുത്തത് കൂടിപ്പോയോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിനിമം എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കേസ് വരുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ കോളം IS 456/2000 the cross sectional area of longitudinal reinforcement shall not be less than 0.8% more than 6% of gross cross sectional area of column. നമ്മൾ കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് കോളം ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെയിൻ ബാർസുകൾ. ഓക്കെ, ഈ ബാറുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഒരിക്കലും 0.8%-0.8%-നേക്കാളിലും കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഒട്ട് 6%-നേക്കാളിലും കൂടി പോകാനായിട്ട് പാടില്ല ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കോളത്തിൻ്റെത്. ഓക്കെ, The minimum number of longitudinal bars provided in the column shall be 4 in rectangular column and 6 in circular column. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഇത് കോളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാർസ് കൊടുക്കുന്നു അല്ലേ? ഈ ബാറ് കൊടുക്കുമ്പോൾ സർക്കുലർ കോളം ആണെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ 12 എണ്ണമെങ്കിലും കൊടുത്തേ പറ്റൂ. 12 കുറയാൻ പാടില്ല. സോറി 12 6ൽ കുറയാനായിട്ട് പാടില്ല. അതേസമയത്ത് റെക്റ്റാങ്കുലർ ആണെന്നുണ്ടെങ്കിൽ 4ൽ ഒരു കാരണവശാലും കുറയാൻ പാടില്ല. മിനിമം 4 എങ്കിലും കൊടുത്തേ പറ്റൂ. Then the bar shall not be less than 12 mm in diameter. ഒരു കോളം ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ഡയമീറ്റർ ഓഫ് ബാർ എന്ന് പറയുന്നത് 12 mm-നേക്കാട്ടി ഒരു കാരണവശാലും കുറയാൻ പാടില്ല. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ഇത് ഒരു ഫിഗറാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ഡിസൈനെ ബേസ് ചെയ്ത് വരച്ചിരിക്കുന്ന ഫിഗറൊന്നും അല്ല. ജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഏതൊക്കെയാണെന്ന്. അതാണ് ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഈ സാധനങ്ങൾ.
ദെൻ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് തന്നെ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് പോകുന്ന ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. സോ ഇതതിൻ്റെ പ്ലാൻ ആണ്, ഇതതിൻ്റെ ക്രോസ് സെക്ഷനല്ലേ ആണ്. സോ റെക്റ്റാങ്കുലർ ആണ്, റെക്റ്റാങ്കുലറിനകത്ത് വന്നിരിക്കുന്ന ഓരോ ടൈപ്പ് ക്രോസ് സെക്ഷണൽ, അതേപോലെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ചിലത് നോക്കിക്കേ ഡയറക്റ്റ് ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ചിലത് ഇങ്ങനെയാണ് സിക്സാഗ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു സ്പൈറൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കാം, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് മിനിമം ഇത്രയും ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോളത്തിനകത്ത് നമ്മൾ ബാർസ് പ്രൊവൈഡ് ചെയ്യുമ്പം ഈ ബാറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യും. ബാർ അങ്ങനെ നിൽക്കൂലല്ലോ. അപ്പം ഇതാണ് കോളം എന്നുണ്ടെങ്കിൽ ബാർ ഇങ്ങനെ തന്നെ നിൽക്കൂ ഇല്ല, ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തേ പറ്റൂ, സ്റ്റിറപ്സ് കൊടുത്തേ പറ്റൂ. അപ്പം ആ സ്റ്റിറപ്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, ഇതാകുമ്പോൾ എല്ലാത്തിൻ്റെയും കോർണർ ആൻഡ് സെൻറ്റർ പോർഷൻ, അപ്പം അതിന് എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്ത് സ്റ്റിറപ്സ് കൊടുത്തേക്കുന്നു. ഇവിടെ നടുക്ക് സ്റ്റിറപ്സ് കൊടുത്തേക്കുന്നത്, ഓരോ രീതിയിലും സ്റ്റിറപ്സ് കൊടുത്തേക്കുന്നത്. ഇപ്പം 2 ലെഗ്ഡ് സ്റ്റിറപ്സ്, 4 ലെഗ്ഡ് സ്റ്റിറപ്സ് ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റിറപ്സ് കൊടുത്തിരിച്ചിരിക്കുന്ന ഷേപ്പാണ്. അപ്പം നമ്മളിപ്പം ഡിസൈൻ ചെയ്ത് വന്നു, നമുക്ക് ഇത്ര നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, ആ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രൊവൈഡ് ചെയ്തു. ആ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് അല്ല, അതിനെ നമ്മൾ എന്ത് ചെയ്തേ പറ്റും, കണക്ട് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്വേഴ്സ് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ബേസിക് നോളേജ് ആണ് നമുക്ക് ഈ ഫിഗേഴ്സ് നമുക്ക് തരുന്നത്. ഓക്കെ, സർക്കുലർ ആകുമ്പോൾ തന്നെ ഇങ്ങനെ, ഇതാകുമ്പോൾ സ്ക്വയറിനകത്ത് സെൻറ്റേഴ്സ് ടു സെൻറ്റർ കണക്ഷൻ, ഇവിടെ നോക്കിക്കേ 2 എണ്ണം സെൻറ്റർ പോർഷനിൽ വരുന്നുണ്ട്. സോ ആ 2 എണ്ണത്തിനെ ചേർത്തിട്ടാണ് സ്റ്റിറപ്സ് കൊടുത്തേക്കുന്നത്. ഇതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ കോളമാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ നിയറസ്റ്റ് ടു ദി കംപ്രഷൻ ഫേസ് ആസ് എഫക്റ്റീവ് ലാറ്ററൽ സപ്പോർട്ട് എഗൈൻസ്റ്റ് ബക്ലിംഗ്. അപ്പം നമ്മൾ ചുമ്മാ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് കൊണ്ട് കോളത്തിന് എഫക്റ്റ് ഒന്നും കിട്ടില്ല. സോ അതിനെ ബക്കിളിൽ നിന്നും റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബക്കിൾ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസിനെ സേഫായിട്ട് പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചുറ്റും ലാറ്ററൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് താണ്ടി ഈ പറഞ്ഞേക്കുന്നത്. ഈ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, the effective lateral support is given by transverse reinforcement either in the form of circular rings. അപ്പം ലാറ്ററൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഇൻ സർക്കുലർ റിങ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ദ കേപ്പബിൾ ഓഫ് ടേക്കിംഗ് അപ്പ് ദ സർക്കംഫറൻഷ്യൽ ടെൻഷൻ ഓർ ബൈ പോളിഗണൽ ലിങ്ക്സ് വിത്ത് ഇന്റേണൽ ആംഗിൾ നോട്ട് എക്സീഡിങ് 135 ഡിഗ്രി. അപ്പം നമ്മളിങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇന്റേണലി സ്റ്റിറപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്റേണൽ ആംഗിൾ, അതായത് ബാറുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രി കൂടാനായിട്ട് പാടില്ല. ദ എൻഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ പ്രോപ്പർലി ആങ്കേർഡ്. ഇത് നോക്കിക്കേ, അതിവിടെ കാണിച്ചു തരാം. ഇപ്പം ഇത് മൊത്തത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്തു അല്ലേ. അപ്പം ഇത് ലോഞ്ചിറ്റ്യൂഡിനലാണ്, ഈ റൗണ്ട് എല്ലാം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ, പിടിച്ച് വെച്ച് കെട്ടി വെച്ചത്, അതായത് ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റി ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു, ദെൻ ഇതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്വേഴ്സ് കൊടുത്തു. പക്ഷേ ട്രാൻസ്വേഴ്സ് കൊടുത്താലും ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനും ചുമ്മാ അങ്ങനെ ഇരിക്കുമോ? നമ്മൾ ഫസ്റ്റ് ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. അത് കോളം കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചിരിക്കുന്നത് ഇതാ, ഈ ഫിഗേഴ്സിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇതുണ്ട്, ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇതാണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ അതിനെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ആങ്കറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആങ്കറിങ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ബക്കിളിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ നിൽക്കുകയുള്ളൂ.
ഇനി നമ്മൾ ലാറ്ററൽ ടൈസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഇത് കോളം, ഇത് ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ കൊടുക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗറിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ലാറ്ററൽ ടൈസ്. ഓക്കെ, ഈ ലാറ്ററൽ ടൈസിൻ്റെ ഡയമീറ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, ഒരു കാരണവശാലും കൂടാൻ പാടില്ല 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദി ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ. ലോഞ്ചിറ്റ്യൂണൽ ബാർ നമ്മൾ കൊടുക്കുന്നതിന് 1/4 6 mm ഈ രണ്ടെണ്ണത്തിനേക്കാട്ടിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കൂടാനായിട്ട് പാടില്ല. ദെൻ പിച്ച് ഓഫ് ദി ലാറ്ററൽ ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും എത്ര ഇൻ്റർവെൽ വെച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ ഇത് ഇവിടെ ഒരെണ്ണം കൊടുത്തതാണ്, ഇത് ഇവിടെ ഒരെണ്ണം കൊടുത്തു, നെക്സ്റ്റ് അടുത്തതാണ് ഇവിടെ ഒരെണ്ണം കൊടുത്തു. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കൊടുക്കേണ്ടതെന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാണ്ടേ ഇവിടെ ഒരെണ്ണം വന്നു, ദെൻ അടുത്തതാണ്ട് ഇവിടെയാണ്, അതേപോലെ തന്നെ ഇവിടെ ഒരെണ്ണം വന്നു, നെക്സ്റ്റ് വന്നേക്കുന്നത് എവിടെയാണ്, ദാണ്ട് ഇവിടെയാണ്. സോ ഇതിനിടയ്ക്കുള്ള ഈ ഒരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, ആ പിച്ചാണ് പറഞ്ഞേക്കുന്നത്. സോ ആ പിച്ച് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്, ഇതിൽ രണ്ടെണ്ണത്തിനകത്ത് ഏറ്റവും ചെറുതിനെക്കാട്ടിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദി കോളത്തിൻ്റെ ഒന്നുകിൽ ഡെപ്തോ അല്ലെങ്കിൽ വിഡ്ത്തോ ആയിരിക്കും ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ വരുന്നത്. 16 times the smallest diameter of the longitudinal reinforcement. 16 times the smallest diameter of the longitudinal reinforcement. 300 mm. ഈ 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിൻ്റെ ചെറുതിനേക്കാട്ടിലും കൂടാൻ പാടില്ല, ഇത് മൂന്നെണ്ണത്തിനകത്തെയും ചെറിയ വാല്യൂ ഏതാണെന്നാകും അതിനേക്കാട്ടിലും കൂടാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ പിച്ച് കണ്ടുപിടിക്കുന്നതും എങ്ങനെയാണ് ലാറ്ററൽ ടൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ആൻഡ് ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ആണ് പറഞ്ഞത്. ഇനി ഡയമീറ്റർ ഓഫ് ദി സ്പൈറൽ ഓർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, നമ്മൾ സാധാരണ ഈ രീതിയിലാണ് നമ്മൾ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഈ ഒരു കണ്ടീഷൻസ് മാത്രം നോക്കിയാൽ മതി. ഇനി ഹെലിക്കൽ എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ സ്പൈറലായിട്ട് ഇങ്ങനെ ഹെലിക്കലായിട്ടും ഒക്കെയാണ് നമ്മൾ ടൈസ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്ററിൻ്റെ കേസാണ് പറയുന്നത് 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർ 6 mm. വ്യത്യാസമൊന്നുമില്ല, 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർ 6 mm. ഇതിനേക്കാട്ടിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കൂടാനായിട്ട് പാടില്ല. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ ഒരു RC കോളം കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ദാണ്ട് ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ലാറ്ററൽ ടൈസ് കാണിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴെ അതിൻ്റെ പ്ലാൻ കാണിച്ചിട്ടുണ്ട്, ആ പ്ലാനിനകത്ത് ദാണ്ട് ലാറ്ററൽ ടൈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് കുത്തായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഒരു സ്ക്വയർ സെക്ഷൻ ഉണ്ട്, ദാണ്ട് ഈ ഒരു കറുത്ത കുത്തെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം, ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റിംഗ് ആണ് ലാറ്ററൽ ടൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതൊരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ കേസാണ്, ഇതൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ, L സെക്ഷൻ ആൻഡ് T സെക്ഷൻ. ക്ലിയർ ആയോ? ഓരോ ടൈപ്പിലും എങ്ങനെയാണ് ലാറ്ററൽ ടൈസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കോളത്തിൻ്റെ ഡിസൈനിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചാർട്ടാണ് SP16 ചാർട്ട്. ആ SP16 ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ചാർട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി, സർക്കുലർ സെക്ഷന് പ്രത്യേകം ചാർട്ടുണ്ട്, അതേപോലെ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ചാർട്ടുണ്ട്. അപ്പം റെക്റ്റാങ്കുലർ സെക്ഷന് തന്നെ 2 രീതിയിലുണ്ട്, നോക്കിയാൽ മതി. ഇത് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ചാർട്ടാണ്. കംപ്രഷൻ വിത്ത് ബെൻഡിങ് റെക്റ്റാങ്കുലർ സെക്ഷൻ. അവിടെ പറയുന്നുണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ 4 സൈഡ്സിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാർട്ട് നോക്കുക. അപ്പോൾ ഈ ചാർട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ ചാർട്ടഡ് അല്ല, FI എന്ന് പറയുന്നത് 500 ആണ്, ഇത് FI 450 ഉണ്ട്, FI 250 ഉണ്ട്. അതേപോലെ തന്നെ D'/D അതൊരു ടേം കോൺസ്റ്റന്റ് ടേമാണ്. ആ D'/D എന്ന് പറയുന്നത് 1 ഉണ്ട്, 0.15 ഉണ്ട്, 2 ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ചാർട്ട് എടുത്ത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ചാർട്ടിനകത്ത് ഓരോ സ്റ്റീലിൻ്റെ ഈൽഡ് സ്ട്രെങ്തിനനുസരിച്ചിട്ടും D'/Dക്ക് അനുസരിച്ചിട്ടും ഡിഫറെൻറ്റ് ചാർട്ടുണ്ട്. അതേപോലെ തന്നെ റെക്റ്റാങ്കുലറിനും ചാർട്ടുണ്ട്, സർക്കുലറിനും ചാർട്ടുണ്ട്. റെക്റ്റാങ്കുലറിനകത്ത് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് റെക്റ്റാങ്കുലറിൻ്റെ 4 സൈഡ്സിലും ഈക്വലായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ 2 സൈഡിൽ മാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് FI 500 ആണ്, D'/D 2 ആണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ ഈൽഡ് സ്ട്രെങ്ത് ഇപ്പോൾ 250 എടുക്കുകയാണെങ്കിൽ 250യുടേത് കാണും. ഇപ്പോൾ 250യുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ FY എന്ന് പറയുന്നത് 250യുടെ ചാർട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ D'/D അതിൻ്റെത് 0.15 ഉണ്ടാകും. D'/D 2 ഉണ്ടാകും, 0.2 ഉണ്ടാകും. അതേപോലെ തന്നെ D'/D എന്ന് പറയുന്നത് 0.1 ഉണ്ടാകും. ഇത് 250യുടെ. ഇതേപോലെ തന്നെ 450യുടെ FI 450 ആകുന്ന കേസിലും ഇതേപോലെ D'/D 0.1 ഉണ്ട്, D'/D 0.15 ഉണ്ട്, D'/D 0.2 ഉണ്ട്. അങ്ങനെ FI 500. ക്ലിയർ ആയോ? അപ്പം അത് തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് 4 സൈഡ്സിൽ കൊടുക്കുന്നുണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റ് 2 സൈഡ്സിൽ കൊടുക്കുന്നതിനകത്തും ഉണ്ട്. ഇനി സർക്കുലാറിൻ്റെത് ഓരോ ഈൽഡ് സ്ട്രെങ്തിനനുസരിച്ചിട്ടും ഈ ഡിസ്ട്രിബ്യൂഷനനുസരിച്ചിട്ട് അത് പ്രത്യേകമില്ല. പക്ഷേ ഈൽഡ് സ്ട്രെങ്തിനനുസരിച്ച് സ്റ്റീലിൻ്റെ ഈൽഡ് സ്ട്രെങ്തിനനുസരിച്ചിട്ട് FI 250യുടെ D'/D 0.1 ഉണ്ട്, D'/D 0.15 ഉണ്ട്, D'/D 0.2 ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 450യുടെ ഉണ്ട്, 500ൻ്റെ ഉണ്ട്. സോ ഈ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഈ ചാർട്ടിനകത്തുള്ള പാരാമീറ്റേഴ്സ് നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഈ ചാർട്ടിനകത്തുള്ള എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇവിടെയുള്ളത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ PU/FCK BD²ലും താഴെയുള്ളത് MU/FCK BD² ആണ്. അപ്പം ഒരിടത്ത് ആക്സിയൽ ലോഡാണ്, ഒരിടത്ത് മൊമെൻ്റ് ആണ്. സോ ഈ രണ്ട് ടേംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഈ രണ്ട് ടേംസിനെയും കോറിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡിസൈൻ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ രണ്ട് ടേംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്തുമാത്രം പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ കൊടുക്കണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പം ഏതൊക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈ ഒരു കോളത്തിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ട് കോറിലേറ്റിംഗ് ടേംസ് ആണ് PU/FCK BD² ആൻഡ് MU/FCK BD². ക്ലിയർ ആയോ? അതിനകത്തു നിന്നാണ് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം ആ ഒരു കോളത്തിൽ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ടേംസിനെ കൊടുക്കുന്നു, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു, ഡയമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു, എത്ര നമ്പർ ഓഫ് ബാർസ് അവൈലബിൾ ആയിരിക്കണം അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ബാർസ് കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ദെൻ ലാറ്ററൽ ടൈസ് ഡിസൈൻ ചെയ്യും. ഇതാണ് നമ്മളുടെ സ്റ്റെപ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സും പ്രോബ്ലംസും നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയുമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഈ കോഡിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏത് പേജ് നമ്പറിൽ എന്താണ് കിടക്കുന്നത്, ആ ഓരോ ടേം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എത്രയാണ് മിനിമം പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, എത്രയാണ് മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, പിന്നെ ഈ ചാർട്ടുകളൊക്കെ എത്ര ചാർട്ടുണ്ട്, D'/D എത്രയൊക്കെയുള്ള ചാർട്ടുണ്ട് എന്നുള്ളതൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്